നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളം എൻ്റെ കൈമേൽ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട് വെച്ചാൽ നിങ്ങളുടെ കൈമേൽ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈമേൽ ഇപ്പോൾ യൂറിയ ഉണ്ട്. അപ്പോൾ യൂറിയ ഉണ്ട്, പക്ഷേ വീഡിയോൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നാനോ യൂറിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നാനോ യൂറിയ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ല എന്നല്ല കേട്ടോ. അപ്പോൾ കൃഷിയിലെ തുടക്കക്കാർക്കൊക്കെയാണ് ഇത് അധികം മനസ്സിലാവാതിരിക്കുക. അപ്പോൾ അവർക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ദുനിയാവിൽ എന്തിനാണ് ഇത്രക്കും തോന്നെ വളങ്ങൾ? ഈ എല്ലാ വളങ്ങളും നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ? അതേപോലെ യൂട്യൂബേഴ്സും അതേപോലെ നഴ്സറിക്കാരൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ പല വളങ്ങളെ കുറിച്ചിട്ടൊക്കെ. ഈ വളങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൃഷിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഈ വിഷയം ഇന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന രണ്ട് സുഹൃത്തുക്കൾ, അതിലൊരു സുഹൃത്ത് കമൻറ്റിൽ ആദ്യം ചോദിച്ചിട്ടുള്ളതാണ്, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ വളങ്ങൾ എന്ന് വെച്ചാൽ. ഞാൻ നാനോ യൂറിയനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ കമൻറ്റിൽ വന്നതാണ്, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ വളങ്ങൾ കൊടുക്കാൻ എന്നുള്ളത്. അതേപോലെ വേറൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്, ഒന്ന് നിർത്തിപ്പോയിക്കൂടെ, ഇതിപ്പോൾ ആഴ്ചയിൽ എത്ര വളങ്ങളാണ് പരിചയപ്പെടുത്തി തരുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം നിങ്ങൾ ഈ വളമാണ് നല്ലതെന്ന് പറയുമ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ പരിചയപ്പെടുത്തിയ വളങ്ങളൊക്കെ മോശമല്ലേ, ഇത് എത്ര വളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള രൂപത്തിലാണ് കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കമൻറ്റ് വന്നത് എന്തായാലും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. കാരണം അത് വളങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ ഒരു കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെ യൂട്യൂബേഴ്സ് അതേപോലെ നഴ്സറിക്കാർ, പിന്നെ പോലുള്ള യൂട്യൂബേഴ്സും അതേപോലെ നഴ്സറിക്കാർ, അതേപോലെ വളക്കട നടത്തുന്നവർ, ഇനി കൃഷിയെ കുറിച്ചിട്ട് അറിയുന്ന ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാറുണ്ട് പല വളങ്ങളെ കുറിച്ചിട്ടൊക്കെ. ഈ വളങ്ങളൊക്കെ, ഈ എല്ലാ വീഡിയോയിലും കാണുന്ന വളങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ട് ചെടിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ. അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തിനാണ് ഈ യൂട്യൂബിൽ ഇങ്ങനെ അവരെ എല്ലാവരും ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വളം പരിചയപ്പെടുത്തി നാളെ വേറൊരു വളം പരിചയപ്പെടുത്തി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മളെല്ലാവർക്കും അറിയാം, വെച്ചാൽ കൃഷി ചെയ്യുന്ന അത്യാവശ്യം വളങ്ങൾ കൊടുക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളെ ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ, ചെടികൾ ഇപ്പം നമ്മൾ നട്ടത് മുതൽ അതിന്ന് കായ്ഫലം കിട്ടുന്ന വരെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള മൂലകമാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം. ഇതാണ് ചെടികൾക്ക് പ്രധാനമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കൊടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് കേട്ടോ. അതേപോലെ രണ്ടാമതായിട്ട് കിട്ടേണ്ടതാണ് സെക്കൻഡറി മൂലകങ്ങൾ, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. പിന്നെ മൂന്നാമതായിട്ട് കിട്ടേണ്ടതാണ് സൂക്ഷ്മ മൂലകങ്ങൾ, അതാണ് നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞത്. അത് 16 എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ കാര്യമായിട്ടൊക്കെ കൊടുക്കൽ ഒരു 6 എണ്ണമാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കുന്നതിലൂടെയൊക്കെ ചെടികൾക്ക് കിട്ടുന്നതാണ്. പിന്നീട് നമ്മൾ മണ്ണിനെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഹോർമോൺ വളങ്ങളും അതേപോലെ അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഈ 3 സാധനങ്ങൾ നമ്മളെ ചെടികൾക്ക് വേണ്ടുള്ളൂ. വെച്ചാൽ പ്രധാന മൂലകമായിട്ടുള്ള NPK, അതേപോലെ സെക്കൻഡറി മൂലകം, മൈക്രോ ന്യൂട്രിയൻസ്. ഇതാണ് ചെടികൾക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗം മാത്രമാണോ ഉള്ളത്? അല്ല, ഒരു മാർഗം മാത്രമല്ല. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ നൈട്രജൻ, ചെടികൾ നമ്മൾ നട്ട് മുതൽ ഒരു കായ്ക്കുന്ന സ്റ്റേജ് വരെ ചെടികൾക്ക് നൈട്രജൻ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കണം. അപ്പോൾ നൈട്രജൻ നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ മാത്രമാണ് ചെടികൾ പുതിയ ശിഖരങ്ങൾ വരിക, നല്ല ബുഷായിട്ട് വരലൊക്കെ അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഈ നൈട്രജൻ നമുക്കിപ്പോൾ ജൈവ രൂപത്തിൽ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എത്ര മാർഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചിലർ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ചാണകപ്പൊടിയിൽ 6% നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ചിലർ അത് പച്ചച്ചാണകം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ പച്ചച്ചാണകത്തിലേക്ക് വരുമ്പോൾ അത് 10 മുതൽ 12% വരെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ചിലർ എങ്ങനെയാണ് കൊടുക്കുക? കടലപ്പിണ്ണാക്ക് സ്ലറി ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ കടലപ്പിണ്ണാക്കിലും അതേപോലെ തേങ്ങാ പിണ്ണാക്കിലും നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നൈട്രജൻ മാത്രമല്ല അടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതിലൊക്കെ NPK കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതിനാണോ ഭൂരിപക്ഷം കൂടുതൽ, അപ്പോൾ നൈട്രജൻ ആയിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെയാണ് അത് നൈട്രജൻ വളം എന്ന് നമ്മൾ പറയുന്നത്. കാരണം ജൈവ വളത്തിൽ ഒരിക്കലും നമുക്കൊരു നേർവളമായിട്ട് വളമില്ല. കാരണം അതൊക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്നത്. എനിക്ക് NPK ഉണ്ടാവും, മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും നമ്മൾ ജൈവ വളങ്ങൾ ഏത് കൊടുക്കുമ്പോഴും. ഇനിയിപ്പോൾ നമ്മൾ വീട്ടുമുറ്റത്തുള്ള സീമക്കൊന്നൻ്റെ ഇല നമ്മൾ സ്ലറി ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ അതിലും കൂടുതൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ മുറ്റത്തൊക്കെ വരുന്ന പച്ചിലകളും ഇതൊക്കെ നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കുക, സ്ലറി ആക്കിയിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളം ജൈവത്തിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ ചായ കാച്ചുന്ന ചായപ്പൊടിൻ്റെ ചണ്ടി വരെ നമുക്ക് നൈട്രജൻ വളമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ രാസത്തിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് രാസം, ഇപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ വീഡിയോ ചെയ്തില്ലല്ലോ നാനോ യൂറിയ,
ഈ നാനോ യൂറിയ എന്ന് പറഞ്ഞാൽ നാനോ പാർട്ടിക്കിൾ ആയിട്ടാണ് അതിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ നാനോ യൂറിയ നമുക്ക് നൈട്രജൻ വളമായിട്ട് കൊടുക്കാം. ഇനി സാധാ യൂറിയ ഉണ്ടല്ലോ, യൂറിയ നമുക്ക് നൈട്രജൻ വളമായിട്ട് കൊടുക്കാം. ഇനി ഈ NPK വളം അധികം ഇപ്പോൾ കൃഷിയിലെ തുടക്കക്കാരിൽ അധികം ആൾക്കാർ ഇപ്പോൾ എനിക്ക് സംശയം ചോദിക്കുന്നതിന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ NPK വളം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും ചിന്തിച്ചിരിക്കുന്നത് ഈ NPK 19 എന്ന് പറഞ്ഞാൽ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന ഒരു വളമായിട്ടാണ് ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതിന്റെ ഷോർട്ട് നെയിം ആണ് ഈ NPK എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് ജൈവത്തിലും കൊടുക്കാം, രാസത്തിലും കൊടുക്കാം. അപ്പൊ അതിന് ഓരോ റേഷ്യോ ആയിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ NPK 19 എന്ന് പറഞ്ഞാൽ ചിലകളിൽ സ്പ്രേ ചെയ്യുന്ന വളം എന്നുള്ളത്. അപ്പൊ NPK വളം എന്ന് പറഞ്ഞാൽ ഈ NPK 19 അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ രാസരൂപത്തിൽ നൈട്രജൻ കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ NPKയിൽ തന്നെ പല റേഷ്യോയിലുള്ള വളങ്ങളുണ്ട്. അതായത് നൈട്രജൻ കൂടുതലും ഫോസ്ഫറസും പൊട്ടാസ്യം കുറഞ്ഞിട്ടുള്ളതും അങ്ങനെ പല റേഷ്യോ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5-6 രീതി മാത്രമല്ല രാസത്തിലുള്ളത്, അതേപോലെ ജൈവത്തിലും ഞാൻ ഈ പറഞ്ഞ 5-6 രീതി മാത്രമല്ല ഉള്ളത്. ഒരുപാട് രീതിയിൽ നമുക്ക് നൈട്രജൻ വളം ചെടികൾക്ക് കൊടുക്കാം. ഇനി ആ സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. കാരണം ഒരുപാട് രീതിയിൽ ഇപ്പൊ നമുക്ക് വളങ്ങൾ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ആയിരക്കണക്കിന് രീതികളുണ്ട്, ലക്ഷക്കണക്കിന് രീതിയിലൊക്കെ നമുക്കിത് വളങ്ങൾ നമുക്ക് കൊടുക്കാം. അപ്പൊ ആ സുഹൃത്ത് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മള് മനുഷ്യന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, അതേപോലെ വാഴും വേണം. അപ്പൊ ഈ ഭക്ഷണം എന്ന് പറഞ്ഞത് നമ്മളിപ്പം മലയാളികൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഈ ചോറ് മാത്രമാണോ ഭക്ഷണം? അല്ല. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ലിസ്റ്റ് നോക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ഇനി മറ്റൊരു ഹോട്ടലിൽ പോയാൽ അവിടെ വേറെ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഭക്ഷണമാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് കഴിക്കുക? കാരണം നമ്മളെ ബഡ്ജറ്റിനൊത്തതും നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നതുമായിട്ടുള്ള ഭക്ഷണം ഏതെങ്കിലും ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെയല്ല നമ്മൾ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെയാണ് നമ്മൾ വളങ്ങളും സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ എന്നെ പോലത്തെ യൂട്യൂബേഴ്സ്, അതേപോലെ നഴ്സറി നടത്തുന്നവർ, ഇപ്പോൾ വളക്കട നടത്തുന്നവർ, ഇനി കൃഷിനെ കുറിച്ച് അറിയുന്ന ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ വീഡിയോയിൽ ഓരോ ദിവസം വളം ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ ഒരു വളം ഞാൻ ചെയ്തെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ചിലപ്പോൾ വേറൊരു വീഡിയോ ചെയ്യും. അത് എന്ന് വിചാരിച്ചിട്ട് അത് അതേപടി വാങ്ങിയിട്ട് ചെടികൾക്ക് ഉപയോഗിക്കാനല്ല. നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് എല്ലാവരും ഇപ്പൊ യൂട്യൂബേഴ്സ് എന്നല്ല, ഇപ്പൊ കൃഷിന്റെ എന്തെങ്കിലും ഒരു ക്ലാസ്സോ അതിലൊക്കെ ഒരു വളത്തിനെ പരിചയപ്പെടുത്തുന്ന അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ന കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങാം എന്നാണ്. ഇപ്പൊ നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എന്നോട് പലരും ചോദിക്കുന്നതാണ്, എൻ്റെ ചെടിയിൽ മഞ്ഞളിപ്പുണ്ട്, ഞാൻ എന്ത് വളമാണ് കൊടുക്കേണ്ടത്? അങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും എനിക്കോ അല്ലെങ്കിൽ കൃഷിനെ പറ്റി അറിയുന്ന ഒരാൾക്കോ അതിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റൂല. കാരണം ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്നതിന് ഒരു കാരണങ്ങളും മാത്രമല്ല, ഒരു മൂലകത്തിന്റെ കുറവ് കൊണ്ട് മാത്രമല്ല ഇലകളിൽ മഞ്ഞളിപ്പ് വരിക, ഒരുപാട് കാരണത്താൽ വരും. അപ്പൊ എന്നോട് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അധികം ചോദിക്കല്, നിങ്ങൾ ചെടികൾ എങ്ങനെയാണ് നട്ടത്, എന്തൊക്കെ വളങ്ങളാണ് കൊടുത്തത്, ഇത് ചോദിക്കും. അല്ലെങ്കിൽ ചെടീൻ്റെ ഫോട്ടോ ചോദിക്കും, അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് വരാൻ വേണ്ടി പറയും. അതിലാകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഒരു കാരണം കൊണ്ട് മാത്രമല്ലല്ലോ. ഇപ്പൊ ഞാൻ നട്ടു വളർത്തിയ ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചെടിക്ക് എനിക്കിപ്പോൾ ഇലകളിൽ ഒരു മഞ്ഞളിപ്പ് വന്നാൽ എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ എങ്ങനെയാണ് വളം കൊടുത്തു വന്നത്, എന്തൊക്കെ കണ്ടന്റ് ആണ് ഞാൻ കൊടുത്തത് എന്നുള്ളത് എനിക്ക് കറക്റ്റാവും. അപ്പൊ എന്തിന്റെ ഡെഫിഷ്യൻസി ആണെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വളം ഞാൻ കൊടുക്കും. അതിപ്പോൾ നൈട്രജന്റെ കുറവാണ് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ട്. അപ്പൊ നൈട്രജൻ വളത്തിന് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് നോക്കും. ആ ഓപ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഇന്നെ പോലത്തെ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ കൃഷിനെ കുറിച്ച് അറിയുന്നവരൊക്കെ ക്ലാസ്സിലൂടെ ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓരോ വളങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നൈട്രജനിൽ നിങ്ങൾക്ക് ഒരു 10 ഓപ്ഷൻസ് ഉണ്ടാവും. കാരണം നിങ്ങൾ വീഡിയോയിലായിട്ട് കണ്ടിട്ടുള്ള 10 വളങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ അടുത്ത നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളം ഇന്റെ കൈമേൽ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട് വെച്ചാൽ നിങ്ങളുടെ കൈമേൽ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കൈമേൽ ഇപ്പൊ യൂറിയ ഉണ്ട്. അപ്പൊ യൂറിയ ഉണ്ട്, പക്ഷെ വീഡിയോന്റെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നാനോ യൂറിയ ഉണ്ട്. അപ്പൊ നിങ്ങൾ നാനോ യൂറിയ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ കൈമേൽ യൂറിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കുക. ഇനി വീടിന്റെ തൊട്ടടുത്ത് നല്ല പച്ചച്ചാണകം കിട്ടാനുണ്ട്. അപ്പൊ നിങ്ങൾ യൂറിയും വാങ്ങണ്ട, ഒന്നും വാങ്ങണ്ട. നൈട്രജന്റെ കുറവാണെന്നുണ്ടെങ്കിൽ ആ പച്ചച്ചാണകം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ വളങ്ങൾ വാങ്ങേണ്ട എങ്ങനെയാണ് അയച്ചാൽ, നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം സെലക്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇഷ്ടമുള്ളതും അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നതുമായിട്ടുള്ള ഭക്ഷണമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതേപോലെ തന്നെയാണ് നമ്മൾ വളങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം ഡെഫിഷ്യൻസി നല്ല രീതിയിൽ വന്നാൽ നമ്മൾ ജൈവ വളം മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലതാമസം എടുക്കും. പക്ഷെ അത്ര കാലതാമസം നമ്മളെ ചെടി അവിടെ നിന്നോളണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ചെടികൾക്ക് പെട്ടെന്ന് വളം കിട്ടണം, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. കാരണം ആ ചെടിക്ക് ഏറ്റവും ഗുണം അയച്ചാൽ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടാൻ ഏത് വളമാണ് നല്ലത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളെ കൈമിൽ ആ വളം ഇല്ല, അപ്പൊ അതിനനുസരിച്ച് നിങ്ങളെ ബഡ്ജറ്റിനൊത്തിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ആയിട്ടുള്ള അയച്ചാൽ പെട്ടെന്ന് കിട്ടുന്നതും. ഇപ്പോൾ ഇതിന്റെ മുന്നേ ഞാനൊരു ആൽബർട്ട് സൊല്യൂഷന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആൽബർട്ട് സൊല്യൂഷന്റെ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ,
നമ്മളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിൽ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുള്ളത്, കാരണം നമ്മളെ വീട്ടമ്മമാരാണ് കൂടുതലായിട്ട് കൃഷി വീട്ടിൽ ചെയ്യുന്ന, ആണുങ്ങളും ചെയ്യുന്നില്ല എന്നല്ല, വീട്ടമ്മമാരാണ്. അപ്പോൾ അവർക്ക് ഈ വളങ്ങൾ വാങ്ങാനും പിടിക്കാനും അതേപോലെ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനും അറിവ് കുറവാണ്. അതേപോലെ തന്നെ ഇത് വാങ്ങാൻ പോകാൻ പറ്റുന്നില്ല, വളങ്ങളെ കുറിച്ച് അറിയുന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ചെടിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള NPK വളം, അതേപോലെ സെക്കൻഡറി മൂലകം, മൈക്രോ ന്യൂട്രിയൻസ്. അപ്പൊ ഇത് നമ്മൾ മണ്ണിൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ സാധനങ്ങളൊക്കെ, NPK അതേപോലെ സെക്കൻഡറിയും മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവരിത് 3 ടൈമിൽ, ഇപ്പൊ ഒരു മാസം തന്നെ 3 ടൈമിലായിട്ട് ഇവരിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. 3 രീതിയിലുള്ള വളങ്ങളും വാങ്ങണം. അപ്പൊ അവിടെ പൈസ ചെലവ് കൂടുതലാണ്, അതേപോലെ അധ്വാനവും കൂടുതലാണ്. കാരണം ഇത് കറക്റ്റായിട്ട് മാസത്തിൽ 3 ടൈമിൽ 3 രീതിയിലുള്ള വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ആൽബർട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞ വളത്തിൽ NPK കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, അതേപോലെ സെക്കൻഡറി മൂലകവും മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ആൽബർട്ട് സൊല്യൂഷൻ നമ്മൾ ഒറ്റ പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, 3 വളങ്ങൾ വാങ്ങണ്ട, 3 പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി പോകണ്ട. അപ്പോൾ ഈ വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരു വളമാണ് ഈ ആൽബർട്ട് സൊല്യൂഷൻ. യൂക്കൻ്റെ ഒരു വളമാണ് അത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പലരും എന്നോട് പറഞ്ഞിരുന്നു, കാരണം മാർക്കറ്റിൽ എവിടെ അത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കോഴിക്കോടുള്ള കിസാൻ എന്നായിരുന്നു അത് വാങ്ങിയത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊന്നും കിട്ടില്ല. ഇനി കിട്ടുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ 1 കിലോന്റെ പാക്കറ്റ്. അപ്പോൾ വീട്ടിലൊക്കെ ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവർക്കൊന്നും ഇത് 1 കിലോന്റെ പാക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് 2 മുതൽ 5 ഗ്രാം വരെ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര കാലം വെച്ചിട്ട് ഇത് ഉപയോഗിച്ച് തീർക്കാനാണ്? അതുമല്ല, 1 കിലോന്റെ പാക്കറ്റിന് 675 റുപ്യ അങ്ങനെ എന്താ വിലയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് 50 ഗ്രാമിന്റെ പാക്കറ്റ് 50 റുപ്യക്ക് കിട്ടും. അങ്ങനെയാണ് ഞാനത് വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് അത് അയച്ചും കൊടുത്ത്. അപ്പോൾ പലരും പറഞ്ഞാണ് ആ വളം നല്ല ഉപകാരപ്പെട്ട വളമാണ്, പക്ഷെ അത് കിട്ടാനില്ല, ഇവിടെ കിട്ടാനില്ല. ഇപ്പൊ ആൽബർട്ട് സൊല്യൂഷൻ അധിക കടകളിലും കിട്ടാനില്ല, കാരണം ഇപ്പൊ ഞാൻ വാങ്ങുന്ന കിസാനിൽ വരെ ആൽബർട്ട് സൊല്യൂഷൻ ഇല്ല. അപ്പോഴാണ് ഞാൻ അതിനെ പറ്റി നോക്കുമ്പോഴാണ് നമ്മൾ ബയോ20 എന്ന് പറഞ്ഞ ഫെർട്ടിലൈസർ, അതും യൂക്കൻ്റെ തന്നെയാണ്. അപ്പോൾ അതിലും ഈ NPK കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, സെക്കൻഡറി മൂലകങ്ങളുണ്ട്, അതേപോലെ തന്നെ സീവീഡ് എക്സ്ട്രാക്റ്റും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വളം വളരെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാധനമാണ്, കാരണം കൂടുതലായിട്ട് വളങ്ങൾ നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു സാധനം മാത്രം ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതും ആൾക്കാർക്ക് കിട്ടുന്നില്ല, ലൂസായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലൂസായിട്ട് കിട്ടുന്ന വളക്കടവും ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു, അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മളെ സുഹൃത്ത് അയച്ചിട്ടുള്ള ആ കമന്റിലേക്ക് വരാം. അപ്പോൾ ആ സുഹൃത്ത് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓരോരോ പുതിയ വളം പരിചയപ്പെടുത്തുമ്പോൾ ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുള്ള വളങ്ങൾ മോശം എന്നല്ലേ, എന്തിനാണ് ഇത്രക്കും തോന്നെ വളങ്ങൾ പരിചയപ്പെടുത്തുന്നത്? അപ്പോൾ ഞാൻ അന്ന് ആൽബർട്ട് സൊല്യൂഷൻ്റെ ആ വീഡിയോ ചെയ്തിട്ട് അവിടെ നിർത്തി. ഇന്ന് ബയോ20ൻ്റെ വീഡിയോ ഞാനോ അല്ലെങ്കിൽ ഇന്നെ പോലത്തെ മറ്റു യൂട്യൂബേഴ്സോ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ആൽബർട്ട് സൊല്യൂഷൻ ആർക്കും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർ പിന്നെ വീണ്ടും എന്താണ് ചെയ്യുക? വീണ്ടും ഈ 3 വളങ്ങൾ തന്നെ വാങ്ങിയിട്ട് സ്പ്രേ ചെയ്യണം. അവർ മെനക്കേടും കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ഉപകാരം എന്താ വരുന്നത്? കാരണം ഇതുപോലത്തെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന വളങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ നിങ്ങളെ കൈമേൽ ഇപ്പോൾ മൈക്രോ ന്യൂട്രിയൻറ്റും NPK 19 ഒക്കെ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വളം വാങ്ങേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ വളങ്ങൾ വാങ്ങിയാൽ മതി. അതേപോലെ തന്നെയാണ് നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോഴും നമുക്ക് അത് തരുന്നത്. കാരണം അതിലുള്ള എല്ലാ ഐറ്റംസ് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ടല്ല, അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാന്ന് വെച്ചാൽ അത് അതിനനുസരിച്ചിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ ആ കാറ്റലോഗ് നിങ്ങളെ മുന്നിൽ വെച്ച് തരുന്നത്. അപ്പോൾ ഈ യൂട്യൂബേഴ്സോ ഏത് തരം യൂട്യൂബേഴ്സ് ആണെങ്കിലും, ഇപ്പൊ കൃഷിനെ പറ്റി പറയുന്നവരാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ നഴ്സറിക്കാർ ചെയ്യുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിലും, ഒരു വളത്തിനെ പറ്റി പറയുന്നത് അത് ഉടനെ തന്നെ അത് ചെടിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ പലരും അത് മാർക്കറ്റിൽ ഇന്ന ഗുണങ്ങളുള്ള വളങ്ങൾ അവൈലബിൾ ആണ് എന്ന് നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് വിചാരിച്ചിട്ട് ഇന്നൊരു വളം ചെയ്ത് നാളെ വേറൊരു നൈട്രജൻ വളത്തിനെ കുറിച്ചിട്ട് ചെയ്യുമ്പോൾ ഇന്നലെ ചെയ്ത വളം മോശം എന്നും അല്ല കേട്ടോ. കാരണം ഓരോ വളങ്ങൾക്കും ഓരോ വ്യത്യാസങ്ങളുണ്ട്, കാരണം ഉപയോഗിക്കുന്ന രീതിയിലാണെങ്കിലും എല്ലാത്തിലും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളൊരു ചെടിയിൽ ഇപ്പൊ ഒരു നൈട്രജന്റെ ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ, ആ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ നമുക്ക് ജൈവ രൂപത്തിൽ കറക്റ്റായിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്തു പോകുന്നുണ്ടെങ്കിൽ ഈ ഡെഫിഷ്യൻസി ഒന്നും വരില്ല. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാതെ ഡെഫിഷ്യൻസി വന്നിട്ട് അത് പെട്ടെന്ന് മാറ്റാൻ നമുക്ക് ജൈവ രൂപത്തിൽ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ജൈവരൂപത്തിൽ നിങ്ങൾ അടിയിൽ ഇട്ട് കൊടുക്കുന്നതോ അല്ലെ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നതോ അത് ചെയ്യാം. പക്ഷെ ആ വന്നത് സ്പോട്ടിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഈ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നൈട്രജൻ അടങ്ങിയ വളത്തിൽ ഏതാണ് കൂടുതൽ കാര്യക്ഷമതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ ഓപ്ഷൻസ് ഉള്ള വളങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഒരു കാരണവശാലും ഇതെല്ലാം കൂടി വാങ്ങിയിട്ട് നിങ്ങൾ പോയിട്ട് കൃഷിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മളെ കൃഷിയിൽ വരുന്ന കീടങ്ങളെ ആക്രമണം തടയാൻ വേണ്ടിയിട്ടുള്ള കീടനാശിനികളെ കുറിച്ചിട്ടാണെങ്കിൽ നമുക്ക് ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇതിൽ കുറെയൊക്കെ മാർഗങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ ഒക്കെ തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതേപോലെ രാസരൂപത്തിലും കീടനാശിനികൾ നോക്കാന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു വളക്കടയിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ഇൻസെക്ടിസൈഡിന്റെ സെക്ഷനിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, എത്രത്തോളം കീടനാശിനികൾ കാണാം.
അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ഗുണങ്ങളായിരിക്കും, ഓരോരോ എഫക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ബുവേറിയ വെർട്ടിസിൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തെന്ന് വിചാരിച്ചാൽ അത് വാങ്ങി വെക്കുക, അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വേറെ യൂട്യൂബറെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് അത് വാങ്ങി വെക്കുക. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് കീടങ്ങളെ ആക്രമണത്തിനാണോ നിങ്ങൾക്ക് കീടനാശിനി വേണ്ടത് അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളിൽ വേറെ ഏതെങ്കിലും കീടനാശിനി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്തത് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ല എന്നല്ല കേട്ടോ. അപ്പൊ കൃഷിയിലെ തുടക്കക്കാർക്കൊക്കെയാണ് ഇത് അധികം മനസ്സിലാവാതിരിക്കുക. അപ്പൊ അവർക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഇതിപ്പോ നമ്മൾ കമന്റിലൂടെ പറയാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്നില്ല. കാരണം കമന്റിൽ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളത് വായിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ കൃഷിനും വളത്തിനും കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുന്നത് ചിലപ്പോൾ വേറെ റോങ് സൈഡിലൊക്കെ ഇരിക്കും. എനിക്ക് ഇതിനു മുന്നേ അങ്ങനെ അനുഭവം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കമന്റിൽ കൂടുതലായിട്ട് വിശദമായിട്ട് എഴുതാത്തത്. ഞാൻ വാട്സാപ്പിലേക്ക് വരാൻ പറ്റും. വാട്സാപ്പിലാകുമ്പോൾ നമുക്ക് വോയിസ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അങ്ങനെ അല്ലാത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്തിട്ടും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്